ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഫോർത്ത് മോഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ മോഡ്യൂളിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് അതിൻ്റെ അനാലിസിസിനെ കുറിച്ചിട്ട് നോക്കി, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചിട്ട്. സെക്കൻഡ് മോഡ്യൂൾ കുറിച്ചിട്ട് നോക്കി, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചിട്ട്. സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻസും നോക്കി. തേർഡിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് നോക്കി. ഇനിയിപ്പോൾ ഫോർത്ത് മോഡ്യൂളിൽ നമ്മൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, അതാണ് നമ്മൾ ETF എന്നാണ് നമ്മൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിനെ പറയാം. അപ്പോൾ ഇതൊരു മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് കമ്പൈൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഇൻഡിവിജ്വൽ സ്റ്റോക്ക്. മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഇൻഡിവിജ്വൽ സ്ടോക്കിൻ്റെയും ഫീച്ചേഴ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാണ് ETF എന്ന് പറയുന്നത്. അതെന്താണ് മ്യൂച്വൽ ഫണ്ടായിട്ടുള്ള സിമിലാരിറ്റി, എന്താണ് സാധാരണ സ്റ്റോക്കായിട്ടുള്ള സിമിലാരിറ്റി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പോലെ ETF ഗിവ്സ് ഓപ്പർച്യൂണിറ്റി ടു ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ത്രൂ എ സിംഗിൾ ട്രാൻസാക്ഷൻ. നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു സ്കീമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പം അതിൽ ഒരു തരം സെക്യൂരിറ്റീസ്, ഇപ്പം നമ്മൾ ഗ്രോത്ത് സ്കീം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രോ ഓപ്ഷൻ ഉള്ളൊരു മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരം ഷെയർസിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരത്തരം ഷെയറിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം അതിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡെക്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിൻ്റെ ബേസിസിലുള്ള ഒരു കൂട്ടം ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടും. അതാണ് മ്യൂച്വൽ ഫണ്ടായിട്ടുള്ള സാമ്യം. ഇനി സാധാരണ ഷെയർസ് ആയിട്ടുള്ള സ്റ്റോക്കായിട്ടുള്ള സാമ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് ഷെയർ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന പോലെ ചെയ്യാം. എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഈസ് എ മ്യൂച്വൽ ഫണ്ട് വിച്ച് ഇസ് ട്രേഡഡ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മ്യൂച്വൽ ഫണ്ട് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ഏജൻറ്റിൻ്റെ പക്കൽ നിന്ന് ഏതെങ്കിലും ഒരു സ്കീം പർച്ചേസ് ചെയ്യും. എന്നിട്ട് അതിനൊരു നിശ്ചിത എമൗണ്ട് പേ ചെയ്യണം എന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ആ രീതിയിൽ വരുന്ന ഷെയർസ് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ട് മാനേജേഴ്സ് ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നടത്തി നമുക്ക് ആ ലാഭം മാത്രം തരും. സാധാരണ ഷെയർ ആണെങ്കിൽ നമ്മൾ ഇന്നലെ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ലൈവ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ബൈ സെൽ ബിഡ് ചെയ്യും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ചേർന്നാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് പോലെ ഒരു അണ്ടർലൈയിങ് അസറ്റായിട്ടുള്ള ഒരു കൂട്ടം സെക്യൂരിറ്റീസ് അതൊരു ഗ്രൂപ്പായിട്ട് ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരം കിട്ടും. അപ്പം നമ്മൾ ഒരു ETF ആണ് പർച്ചേസ് ചെയ്യുക. അങ്ങനെ എത്ര ETFകൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സ്കീം പർച്ചേസ് ചെയ്യുന്ന പോലെ നമ്മളൊരു ETF പർച്ചേസ് ചെയ്യും. ഈ ETFൽ ഒരു കൂട്ടം സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. ആ സെക്യൂരിറ്റീസിന് ഒരു നെറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. കാരണം ഈ ഓരോ ഷെയറിൻ്റെയും വാല്യൂ അനുസരിച്ച് പല കമ്പനിയുടെ പല ഷെയർസ് ആയിരിക്കും. അപ്പം അത് ഈ മ്യൂച്വൽ ഫണ്ട് സ്കീം പോലെ തന്നെ ഗ്രോ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിസിൽ ഉള്ള ഒരു കൂട്ടം സെക്യൂരിറ്റീസ് ആയിരിക്കും. അതിനൊരു അണ്ടർലൈങ് വാല്യൂ ഉണ്ടായിരിക്കും. അതൊരൊറ്റ സിംഗിൾ അസറ്റായിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. എന്നിട്ട് അത് മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ അങ്ങനെയുള്ളതിൽ ഇൻവെസ്റ്റിനുള്ള പല സെക്യൂരിറ്റീസിന് ഒരു ബാസ്ക്കറ്റ് ആക്കി ഒരു പോർട്ട്ഫോളിയോ ആക്കിയിട്ട് നമ്മുടെ സ്കീം അനുസരിച്ചിട്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ഷെയർ ട്രേഡിംഗ് നടത്തി നമുക്ക് കാശ് തരുന്ന ഒരു രീതിയാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു കൊട്ട അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഓൺ സർട്ടൺ ബേസിസ് പർച്ചേസ് ചെയ്തിട്ട് നമ്മളത് മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുന്ന പോലെ വാങ്ങിച്ചിട്ട് നമ്മളത് സാധാരണ ഷെയർ വിൽക്കുന്ന പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കും. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഒരു സിമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാണ് വിച്ച് ഹാസ് എ സ്പെസിഫിക് സെറ്റ് ഓഫ് അണ്ടർലൈങ് അസറ്റ്.
ആ അണ്ടർലൈങ് അസറ്റ് മോസ്റ്റ് പ്രോബബ്ലി ഷെയർസ് ആണ് ആവാറ്. നമുക്കത് ആ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് ഒരു നെറ്റ് വാല്യൂ ഉണ്ടാവും, നെറ്റ് അസറ്റ് വാല്യൂ ഉണ്ടാവും ആ ETF-ന്. അത് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വളരെയധികം പ്രാബല്യത്തിലുള്ള ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ്. ഇനി നമുക്ക് ETF-ൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം, ലൈക്ക് ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ ടാക്സ് എഫിഷ്യൻസിയാണ്. നമ്മുടെ സാധാരണ മ്യൂച്വൽ ഫണ്ട് ടാക്സ് സ്കീംസ് ഉണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് സ്കീംസ് എല്ലാം ഒന്നും ടാക്സ് എക്സംഷൻ കൊടുക്കുന്നതല്ല. പക്ഷെ ടാക്സ് സേവിങ് പർപ്പസിന് ഒരു ഇൻവെസ്റ്റർക്ക് വളരെ അധികം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ETF. അപ്പോൾ അത് കൂടുതൽ ഗ്രേറ്റർ ടാക്സ് ബെനിഫിറ്റ്സ് റെഗുലർ മ്യൂച്വൽ ഫണ്ട്സിനെക്കാട്ടിലും അത് കൊടുക്കുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സിന്. അപ്പോൾ അത് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. പിന്നെ കുറച്ചും കൂടി മ്യൂച്വൽ ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ട്രാൻസ്പാരൻ്റ് ആണ്. കാരണം ഒരു മ്യൂച്വൽ ഫണ്ട് ആവുമ്പോൾ നമുക്ക് അറിയുന്നില്ല ആ മ്യൂച്വൽ ഫണ്ടിൽ നമ്മളൊരു സ്കീം പർച്ചേസ് ചെയ്യുന്നു, ആ സ്കീം അനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ബ്രോക്കറിന് കാശ് കൊടുക്കുന്നു. അത് ഏതൊക്കെ ഫണ്ട് മാനേജേഴ്സ്, അതാത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസും അതാത് കമ്പനീസ് അവരൊരു പോർട്ട്ഫോളിയോ ചെയ്യുന്നു. അപ്പോൾ ചില മ്യൂച്വൽ ഫണ്ടുകാർ ക്ലിക്ക് ചെയ്ത് ലാഭം കിട്ടുന്നു, ചില സ്കീമുകൾ ഫ്ലോപ്പായി പോകണം. അപ്പോൾ നമുക്കൊരു ട്രാൻസ്പാരൻസി ഇല്ല. എന്തുകൊണ്ട് അത് ഞാൻ വിചാരിച്ച ലാഭം കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെല്ലാം ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തേ തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയാനൊരു വഴിയില്ല. സോ ട്രാൻസ്പാരൻസി കുറവാണ്. പക്ഷേ ETF അങ്ങനെയല്ല. നമ്മളൊരു ETF ആണ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അണ്ടർലൈങ് അസറ്റുകൾ ഏതാണെന്നും അത് ഓരോ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ എന്താണെന്നും കറക്റ്റ് നമുക്ക് അറിയാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് പലതരത്തിലുള്ള ETF-കൾ അവൈലബിൾ ആണ്. ഓരോ ETF-ൻ്റെയും അണ്ടർലൈങ് അസറ്റ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഇതിനെക്കാട്ടിലും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ ഗ്രേറ്റർ എക്സ്പോഷർ, അതാണ് വീണ്ടും ഒരു അഡ്വാൻറ്റേജ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഇൻഡിവിജ്വൽ സ്റ്റോക്കിനെ പിക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. നാനോ ടെക്നോളജി കമ്പനീസിൻ്റെ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ അയാൾക്ക് താല്പര്യം. അപ്പോൾ അങ്ങനെ പല നാനോ ടെക്നോളജി കമ്പനീസിൻ്റെ പല ഷെയറുകൾ ഇൻഡിവിജ്വലി പിക്ക് ചെയ്തൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതിലും ഒരു നാനോ ടെക്നോളജി ETF വാങ്ങിക്കുന്നതാണ് അയാൾക്ക് ലാഭം. സോ കുറച്ചും കൂടി വൈഡ് വെറൈറ്റി എക്സ്പോഷർ ടൂറിസ്റ്റ് കമ്പനീസ് പറ്റുന്നുണ്ട്. പിന്നെ ട്രേഡ് അറ്റ് ഓർ നിയർ നെറ്റ് അസറ്റ് വാല്യൂ. സാധാരണ നമ്മൾ ഡിബഞ്ചർ ആയാലും ഷെയർ ആയാലും ഡിസ്കൗണ്ടിനൊക്കെയാണ് ഇഷ്യൂ ചെയ്യുക. ഇപ്പം 100 രൂപ ശരിക്കും വിലയുള്ളത് ചിലപ്പോൾ 80 റുപ്പീസിനൊക്കെ ആയിരിക്കും കൊടുക്കുക. പക്ഷെ ഇവിടെ ആ ഒരു പ്രശ്നമില്ല. ആ ഓരോ ഷെയറിൻ്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ടോട്ടൽ അസറ്റ് വാല്യൂ എന്നുള്ളതുകൊണ്ട് ഏറെക്കുറെ ETF-കൾ ആ ടോട്ടൽ അസറ്റ് വാല്യൂവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യപ്പെടാറ്. ഇനി ഡൈവേഴ്സിഫിക്കേഷന് വളരെ കൂടുതലാണ് ഇൻവെസ്റ്റ്മെന്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അണ്ടർലൈങ് അസറ്റ് നല്ല രീതിയിൽ വെറൈറ്റി അസറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിൾ ആണ്. ലിക്വിഡാണ്. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാധാരണ ഷെയറിൻ്റെ അത്ര ലിക്വിഡ് അല്ല, എന്നാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ അത്ര ലിക്വിഡിറ്റി അതിനെക്കാട്ടിലും ലിക്വിഡാണ് എന്നാണ്. അല്ലാതെ ഷെയറാണ് എപ്പോഴും വളരെ ലിക്വിഡ്. അതിനെക്കാട്ടിലും ലിക്വിഡിറ്റി കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ETF-ന്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിനെക്കാട്ടിലും ലിക്വിഡിറ്റി ഉണ്ട് താനും. ട്രേഡിങ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്, ഈസി ട്രേഡിങ്. കാരണം നമ്മൾ സാധാരണ മ്യൂച്വൽ ഫണ്ട് പോലെ പൈസ നിക്ഷേപിച്ചിട്ട് മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥയല്ല. നമുക്ക് പൈസ ഇൻവെസ്റ്റർക്ക് കുറച്ചും കൂടി ആക്റ്റീവ് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ്. നമുക്ക് വല്ലാത്ത അനാലിസിസും ടെക്നിക്കലും ഫണ്ടമെന്റലും ഒന്നും നോക്കാതെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം ട്രേഡിങ് എളുപ്പമാണ്. ഫീസും കമ്മീഷനും സാധാരണ ഇതിനെക്കാട്ടിലും കുറവാണ്. ഫീസ് ആൻഡ് കമ്മീഷൻ നമ്മൾ സാധാരണ ഷെയർ ട്രേഡിങ്ങും മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിനെക്കാട്ടിലും കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്.